നിങ്ങൾ ഇത് കാണുക. ഇവിടെ ചായ ഒന്നും കിട്ടാത്തോണ്ട് നമ്മൾ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാൻ പോവാ. നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ പിന്നിലൂടെ വല്ലതൊക്കെ വരുന്നത് കയ്യും കാലും നിറച്ചിട്ട് ടാക്സിക്കാരെ വന്ന് പറഞ്ഞിട്ട് പോയത് ഇവിടെ പുലി പിന്നെ ബേസൻ എന്താ സാധനം കുറുക്കനാണോ അറിയില്ല കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, സൂക്ഷിക്കാനാണ് നിക്കണ്ടെന്നോ പറഞ്ഞേ. ഇത്രയും നേരം നമ്മൾ കൂളായിട്ട് ഇരുന്ന പോലെയല്ല ഇനി അങ്ങോട്ട്. കാരണം നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പൊ പേര് തുടങ്ങി. സിർത്തേന്ന് പറഞ്ഞപ്പോ ഞാൻ ആചരിച്ചു കൊടുത്തു, പിന്നീട് മനസ്സിലായി സിർത്തെ കടിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ ബൂസ്റ്റ് താഴോട്ടേക്ക് എടുക്കണേ, അങ്ങോട്ടേക്ക് താഴോട്ടേക്ക്. ഗായ്സ് ബൂസ്റ്റ് അടങ്ങിയിട്ടുണ്ട്, ബിസ്ക്കറ്റ് അടങ്ങ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഹലോ ഹലോ ഹലോ. നോക്കൂ, ഹായ് ഗൈസ്. അയ്യോ നോക്കാം, ഞാൻ ഡ്രാക്കുള, നിങ്ങൾ രണ്ടുപേരും നീലി വടയക്ഷി. നമ്മളിപ്പോൾ ഊട്ടിയിലാണ് ഉള്ളത് ഗായ്സ്. ഇവിടെ ചായ ഒന്നും കിട്ടാത്തോണ്ട് നമ്മൾ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാൻ പോവാ. നിങ്ങൾ ഇത് കാണുക. നിങ്ങളിത് കാണുക, കണ്ടോളൂ. അവൻ വന്നു, അവൻ ഗ്യാസുമായി വന്നു ഗായ്സ്. അല്ല നമ്മളിപ്പോ എവിടെയാണെന്നൊക്കെ പറ. നമ്മള് ഊട്ടിയില് ഒരു ട്രിപ്പ് ആയിട്ട് വന്നതാണ്. നമ്മള് എക്കോൺ ഹൗസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിന്റെ ഒരു ഇതിന് വന്നതാണ്. അപ്പൊ ആ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ നമ്മൾക്ക് ചായ കുടിക്കാൻ തോന്നിയപ്പോ നമുക്ക് ചായ കിട്ടും. പക്ഷെ നമ്മൾ ഇടുന്ന ചായ അല്ല പ്രത്യേക രുചിയാണ്, പ്രത്യേക. പക്ഷെ നമ്മളിവിടെ ഇപ്പൊ ചായ എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് ചായയുടെ സ്വാദ് കൂടും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ചായക്ക് സ്വാദ്. എനിക്ക് ഉയരമുള്ളത് കൊണ്ട് തന്നെ ചേച്ചിനെക്കാട്ടും നല്ല സ്വാദിൽ എനിക്ക് ചായ കുടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതിലോട്ടല്ല, നമ്മള് ചായ അല്ല ഇവിടെ വെക്കാൻ പോകുന്നത്, ബൂസ്റ്റ്. അപ്പം നമുക്ക് എന്താണെങ്കിലും അടുപ്പ് കത്തിക്കാൻ കർത്താവ് എന്റെ ദൈവങ്ങളെ കാത്തോളണേ എല്ലാരും. അല്ല കത്തിച്ചോളൂ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. പാലെടുക്കേച്ചി, പാല്. ഇവിടെ ഇപ്പൊ നല്ല, സത്യം പറഞ്ഞ നല്ല തണുപ്പുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു കാര്യം ചോദിക്കട്ടെ, നമ്മള് 3 പേരും മൈക്ക് ധരിച്ചിട്ടില്ല, അതൊരു വോയിസ് കിട്ടുമോ? അങ്ങനെ നമ്മൾ വീണ്ടും ചായ ബൂസ്റ്റ് വെക്കാൻ തുടങ്ങിയാണ്. ഈ ബൂസ്റ്റിനെ കുറിച്ച് 2 വാക്ക്. അപ്പൊ നമ്മള് പാലിങ്ങനെ ഒഴിക്കാണ്. അതെ, 3 പേർക്കുള്ളതാണ് വെക്കണ്ടേ, അളന്ന് ഒഴിക്കണം. അല്ലാണ്ട് തനിക്ക് തോന്നിയ പോലെ അല്ല, ഇത് മൊത്തം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തോരം ബൂസ്റ്റ് ആയിരിക്കും. അതെ, ബാക്കിയുള്ളത് നമുക്ക് വേറെ ആർക്കും കൊടുക്കാം. ഇത്ര അധികം കുടിക്കും. പിന്നെ പിന്നെ ഗായ്സ് നമ്മള് അപ്പൊ അത്ര ബൂസ്റ്റ് 2 പാക്കറ്റ് ഉള്ളൂ. ഈ പ്ലാസ്റ്റിക് അവർ നമ്മൾ എവിടെ വലിച്ചെറിയുന്നില്ല. കാരണം ഊട്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും മരമാക്കലുകൾ വന്നിട്ട് നമ്മുടെ ബാഗ് മുഴുവൻ, അതായത് നമ്മൾ അടുക്കി പെറുക്കി വെച്ചേക്കുന്ന ബാഗ് മുഴുവൻ വലിച്ച് പറിച്ച് അവിടെ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇനി വരുമ്പോ നിങ്ങൾ ബാഗ് കൊണ്ടുവരുന്നത് ഒരു ട്രാൻസ്പെറന്റ് സഞ്ചിയിൽ കൊണ്ടുവരാം. ഊട്ടിന്നല്ല, നാച്ചുറൽ ഭാഗത്തേക്ക് പോകുമ്പോ ഇവൻ നമ്മുടെ ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാതിരിക്കുക. അത് ഇതാവും. ആൾക്കാര് മെയിൻറ്റെയിൻ ചെയ്യാത്ത, നമ്മളെ പോലെ അല്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ് അവരത്രയും സെക്യൂരിറ്റി ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. പാവങ്ങളല്ലേ. പക്ഷെ വണ്ടിയില് പ്ലാസ്റ്റിക് ഉണ്ടോ നോക്കാം, ബാഗിന്റെ ഉള്ളിലൊക്കെ നമ്മുടെ കൊല്ലും കൈയിട്ട് നോക്കുന്നൊരു സന്തോഷം കിടക്കട്ടെ. മുറുക്ക്. അപ്പൊ ഗായ്സ് നമ്മള് പാൽ ഇവിടെ ഇങ്ങനെ തിളച്ച് മറിയാൻ വേണ്ടിട്ട് സമയം എടുക്കും. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ പാട്ട് പാടാം, കഥകള് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ ഒരു കഥ പറയാം. പറയോ? പണ്ട് മതി, ഒരു കഥയില്ല. വന്ന പിന്നെ ഭയങ്കര വിശപ്പ്. അല്ല തിന്നോണ്ടിരിക്കും. ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ ഈ 2 നമ്മള് ട്രിപ്പ് വന്നാൽ നമ്മൾ തിന്നണം. ഓപ്പോസിറ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുപോയി വന്നതും ഒരാൾ ബാത്റൂം കീഴടക്കി.
Guys. ഞാൻ എത്ര നേരം പുറത്ത് നിന്നറിയോ അല്ലേ? നല്ല മുറുക്ക് കിട്ടോ, പക്ഷെ കുഞ്ഞൊരു കടയിൽ നിന്ന് മേടിച്ച മുറുക്ക്. നോക്കാം, നിങ്ങൾക്ക് ചിലപ്പം ഒരു 10 രൂപ കൊടുത്തിട്ട് ചായ കിട്ടുന്നിരിക്കും, പക്ഷെ ഈ ഒരു ആംബിയൻസ്, ഈ ഒരു പുരാക്കുരിട്ട് കിട്ടുമോ? ഉറപ്പായിട്ടില്ല. ഒരിക്കലും ഇല്ല. ഇതൊരു റയർ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ കുറുക്കനും ആനയൊന്നും വരായിരുന്നാ മതി. എസ്പെഷ്യലി കുരങ്ങൻ വന്നിട്ട് ബൂസ്റ്റ് ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ പിന്നിലൂടെ വല്ലതൊക്കെ വരുന്നത്. അങ്ങനെ കണ്ടെങ്കിൽ കുരുന്നരി എന്ന് പറയൂ. നിങ്ങൾ കുരുന്നരിയെ കാണുന്നുണ്ടോ? ഡോറ, ഞാൻ കറക്റ്റ് ഇപ്പൊ ഡോറയായി. ഡോറ ഡോറ ഡോറയുടെ പ്രയാണം ബുജി ചെല്ലുമ്പോൾ നിങ്ങൾ വരണം. നിങ്ങൾ അതൊന്ന് ലൈറ്റ് ഒന്ന് കാണിച്ചാൽ എനിക്ക് ഇത് ഇടാൻ വേണ്ടിട്ടാ. പക്ഷെ ചായ ആയിരുന്നു നല്ലത്. എന്നാ ചായ ഇടാം. ചായപ്പൊടി കാപ്പി ഇട്ടാലോ? കാപ്പി. അയ്യോ കാപ്പി കാപ്പി ഇടാം. ഇതേ ബസ്സാണല്ലോ വരുന്നത്. മൊബൈല് സീന് മൊബൈൽ എടുത്ത് മാറ്റ്. വേഗം മാറ്റി ഫോണ്. കയ്യും കാലും നിറച്ചിട്ട് കയ്യും കാലും നിറച്ചിട്ട് ഇവിടെ റെക്കോർഡാക്കും. ഇവിടെ ആക്ച്വലി ഇപ്പൊ ഒരാള് വന്നിട്ട് ഒരു ടാക്സിക്കാരൻ വന്ന് പറഞ്ഞിട്ട് പോയത് ഇവിടെ പുലി പിന്നെ ബേസൻ എന്താ സാധനം, കുറുക്കനാണോ അറിയില്ല കേട്ടോ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, സൂക്ഷിക്കാൻ നിക്കണ്ടെന്ന് കേട്ടോ പറഞ്ഞേ. അപ്പൊ ഇത് തിളയ്ക്കാൻ വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ. നമ്മള് അത് തിളച്ചതും കാപ്പി ആക്കിയിട്ട് നമ്മളിവിടുന്ന് ഓടുന്നതായിരിക്കും. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ കടകടകടാന്ന് അടിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത്രയും നേരം നമ്മൾ കൂളായിട്ട് ഇരുന്ന പോലെയല്ല ഇനി അങ്ങോട്ട്. കാരണം നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പൊ പേടി തുടങ്ങി. നെവീനാണെങ്കിലും ചുറ്റും നോക്കി നോക്കി ആകെ പേടിച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും തിളങ്ങുന്ന കണ്ണുകൾ കാണുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുകയാണ്. സിറുത്ത എന്ന് പറഞ്ഞപ്പോ ഞാൻ ആചരിച്ചു കൊടുത്തു. പിന്നീട് മനസ്സിലായി, പിന്നീട് സിറുത്ത എന്ന് പറഞ്ഞ ചീറ്റപ്പുലി. പാലെങ്ങാനും ചോദിച്ചു വരും ചീറ്റപ്പുലി. ഇത്ര നേരം നമ്മൾ ഇരുന്നില്ല അറിയാതെ. അയാള് വന്നില്ലെങ്കിൽ നമ്മളിപ്പോ അതേ കൂളായിട്ട് ഇരുന്നുണ്ടാവില്ലേ. വരാനുള്ളത് വഴി തങ്ങില്ല ഗൈസ്. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ സംസാരിക്കും, ഞാൻ അവിടെ ചിരിത്തേ വരുന്നുണ്ടോ. അതെനിക്ക് എന്താ മനസ്സിലായില്ല. ബൈസൺ എനിക്കറിയാവുന്നത് കാള പോലത്തെ ഒരു മറ്റേ ബാഹുബലിയിലൊക്കെ കുത്താൻ വരുന്ന തളക്കന്നെ ഗ്യാസ് കൂട്ടിയിട്. മനസ്സിലായി. ആ ഇത് കാലില് വെള്ള കളറുള്ള നമ്മള് പേടിക്കരുത്. ഇത്ര നേരം അയാൾ വന്നില്ലെങ്കിൽ നമ്മളിവിടെ ഇരുന്നുണ്ടാവില്ല. ജസ്റ്റ് ഇപ്പൊ നമ്മളിത് എടുത്തോണ്ടിരിക്കുമ്പോ ഒരു വണ്ടി പാസ് ചെയ്തു. അയാളെ പറഞ്ഞ ഇവിടെ എന്താണ് ചിരിത്തയ്യ. അതാ ഞാൻ പറഞ്ഞത്, അതൊന്നും നമ്മള് കാര്യമാക്കരുത്. ഇവർക്ക് പറയാ ഇവരുടെ പേര് ട്രക്കിംഗ് ഫ്രീക്ക് എന്നാണ്. നമ്മളെ അങ്ങനത്തെ ട്രക്കിംഗ് ഫ്രീക്ക് ഒന്നല്ല. അങ്ങനെയൊന്നല്ല. അല്ല പക്ഷെ തീ കണ്ടാ വരത്തില്ലല്ലോ. തീ കണ്ടാ വരത്തില്ല ആണോ? ഒന്നും കാണത്തില്ല. ഇട്ടേക്കുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അത് കണ്ടോ അവിടെ ലൈറ്റ് കത്തിക്കുന്നത്? അതെന്താ? അത് ഡേഞ്ചർ സോൺ ആണ്. വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് സീനാണ്. എന്തായാലും ആവോളം കാത്തു. ഇനി വേവോളം. ഇനിയിപ്പൊ ചിരുത്തൈ കഴിച്ച് മരിക്കാനാണ് നമ്മുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തന്നെയേ ഉള്ളൂ. ബൂസ്റ്റും അതൊന്നും ഇല്ല കേട്ടോ. ഞാനിത് കാപ്പി ഇട്ട് തരും. ബൂസ്റ്റ് വേണം. ബൂസ്റ്റ് എവിടെ അന്നത്തുണ്ട്. കാപ്പി മതിയാ? തീർച്ച കടിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ ബൂസ്റ്റ് ആയിക്കോട്ടേക്ക്. ഇതിപ്പോ കാഞ്ചനയില് ആദ്യം ഭയങ്കര നന്നായിരുന്നിട്ട് പ്രേതം വരുമ്പോ കുത്തടി എടുക്കണേ അങ്ങോട്ടേക്ക്. ആയിക്കോട്ടേക്ക് ഒരു ബൂസ്റ്റ്. അവർക്ക് കാട്ടിലിരുന്നാലേ ബൂസ്റ്റ് ഇറങ്ങും. ഇടടി സിനിമയിലൊക്കെ കാണുന്ന പോലെ ലൈക് നമ്മൾ അവരുടെ വാക്കൊക്കെ അവഗണിച്ച് വീണ്ടും ഇരിക്കുന്നു. ശരിക്കും സിറുത്തേ വരുന്നു, സിറുത്തയല്ല. എന്ത് കോപ്പ് വന്നാൽ ഈ മുറുക്ക തിന്നിട്ട് ഞാൻ അഭിഷേകം നമ്മുടെ ഇത് പോത്തില്ലല്ലോ. പോയില്ല. അത്ര സീനുള്ള പോലെ ഒന്നും തോന്നുന്നില്ല. ഇവര് മതില് പോലും മാർത്തി കിട്ടിയിട്ടില്ല. നോക്കൂ, ചുമ്മാ കമ്പി വേലിട്ടിരിക്കുക. വന്നു കഴിഞ്ഞാല് അത് പറഞ്ഞാ മതി. സിറുത്തയിലെ പാട്ടല്ലേ? അയ്യോ ഇതൊക്കെ കണ്ട എന്റെ വില മൊത്തം പോവാ.
ബൂസ്റ്റ് അടങ്ങിയിട്ടുണ്ട്. അത് കളയരുത്. തുടങ്ങിയപ്പോ നമ്മള് ബൂസ്റ്റ് ആണ് ഇവിടെ വന്നിരുന്ന് ബൂസ്റ്റ് കുടിക്കാനാണ് ഇഷ്ടം. അത് കഴിഞ്ഞ് ഒരു പൊലിട്ട് ബൂസ്റ്റ് അടങ്ങിയിട്ടുണ്ട്. എന്തുവാണ്? അല്ല ഇത് ഇളക്കാൻ എങ്ങനെയാ? നാവ് കൊണ്ടാണോ? അവിടെ ഉണ്ട്, ചൂടുണ്ട്. ഇളക്കാം അങ്ങോട്ടേക്ക്. ഇതാണോ? ആ ഇളക്കം. ഇടടി കുത്തി തൊലടി. ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഇത്ര അധികം പാലിന്റെ ആവശ്യമില്ല. അത് കുഴപ്പമില്ല, ആ പഞ്ചസാര എടുത്തിട്. ഇതിലല്ലേ പഞ്ചസാര? പഞ്ചസാര അധികം വേണ്ട. ജീവൻ പറയണ പോരാട്ടത്തിലാണ്. ഇപ്പൊ പ്ലാസ്റ്റിക് സ്പൂൺ ഇട്ടിട്ടല്ല. അയ്യോ ഇത് പ്ലാസ്റ്റിക് ആണോ? മറ്റേ സ്റ്റീൽ സ്പൂൺ ഉണ്ടല്ലോ അവിടെ. നിറയിടല്ലേ. നോക്ക് എങ്ങനെയുണ്ട് നോക്ക്. ഇത് സിറുത്തയും എനിക്കറിഞ്ഞൂടാ. മരിക്കാനാണ് വിധിയെങ്കിൽ എല്ലാവരും ഒരു ദിവസം മരിക്കും ചേച്ചി. എന്നാലും എന്റെ ഫോണും ഇതും കളഞ്ഞിട്ട് വേണ്ട എനിക്ക് മരിക്കാനായിട്ട്. അവരുടെ ഒരു തിരിച്ച്. അതെ, ഇത്ര മധുരം മതി കേട്ടാ. ഇതില് വെള്ളം ഒഴിച്ചായിരുന്നോ? ഒന്നും ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അല്ല ചേച്ചി എന്താണ് ധൈര്യശാലി? എങ്ങോട്ടാണ്? അടുത്ത ബസ് മാറ്റി. ബസ് വരുന്നുണ്ട്. പോയ ബസ്സിന് തിരിച്ചു വരുന്നുണ്ട്. അതുവരെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കുറച്ച് പോകുന്ന സമയത്ത് തന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ രണ്ടാളിനെ ഇറക്കാൻ വേണ്ടി മാത്രം പോയ ബസ് പോലെയാണ്. ബസ് തിരിച്ചു വരുന്നുണ്ട്. Finally guys, തിളക്കട്ടെ ബൂസ്റ്റ്. തിളച്ചു. ഇല്ല, ബൂസ്റ്റ് തിളപ്പിച്ചോണ്ട് അവിടെ ഇരുന്നോ. പിന്നെ അതിങ്ങനെ ആളുകളുള്ള സ്ഥലത്തൊന്നും വരത്തില്ല. ആ ഷോക്ക് അടിപ്പിക്കുന്ന ചില ആൾക്കാർക്ക് എന്ത് കണ്ടാലും കുറ്റം പറയും. പിന്നെ നമ്മുടെ അടുത്തൊരു സാധനം ഉണ്ട് ഗൈസ്. അതൊന്ന് കാണിച്ചു കൊടുക്കുമോ? അത് മാറ്റില്ലേ മറ്റേ ഇതെവിടെ? ഈ എടോ ഗ്ലാസ് എവിടെ? ഗ്ലാസ് മുന്നിലത്തെ കള്ളിയില്. ഓക്കെ. സോ ഗൈസ്, ഇതാ നമ്മുടെ ടോർച്ചാണ്. ആക്ച്വലി ഇതുകൊണ്ട് നമുക്ക് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഗായ്സ് ഇതിപ്പോ സത്യം പറഞ്ഞാല് ഹാപ്പി മൂഡ് ഒരു ട്രിഗർ മൂഡാക്കി കളഞ്ഞു. നിനക്ക് പൈസ കിട്ടിയേ? മറ്റേ ഇതാണ് കേട്ടോ, മറ്റേ ഇലക്ട്രിക്. അല്ല അപ്പൊ പുലി വരുമ്പോ അതിന്റെ മുത്ത് പുറന്നാക്കിയാ മതിയാ. അല്ല പക്ഷെ ഒരു കാര്യം പറയട്ടെ, ക്യാമറ അടിയിലിരിക്കണം, നമ്മളൊന്നും കിട്ടത്ത് പോലും ഇല്ല. കിട്ടും, വൈഡല്ലേ. വെളിച്ചത്തിന് ഒന്നുകൂടെ ഇത് വെക്കാം. സോ ഗൈസ്, ബൂസ്റ്റ് എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ചെറുപ്പത്തില് കുടിക്കാറുള്ള ബൂസ്റ്റ് ആണ്. ഇപ്പൊ ബൂച്ച് കുടിച്ചൂല്ലേ? ബിസ്ക്കറ്റ് അടങ്ങൻ. പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ കൊണ്ടുപോകും. പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ കൊണ്ടുപോകും. ഒരു ഗ്ലാസ് കൂടി ഉണ്ടടാ. നീ അടിക്കുന്നില്ലേ? ഞാൻ അടിക്കുന്നുണ്ട്. ഞാനേ അടിക്കുന്നുള്ളൂ. അല്ല ഈ സിർത്ത വരുമ്പോഴത്തേക്ക് ഞാൻ നോക്കി നിൽക്കണ്ടേ കാര്യം. സിർത്തൈ ചേച്ചി എനിക്കിത് അറിയില്ല കേട്ടാ, എനിക്കിത് അറിയില്ല. എന്താ ഒഴിക്കാനായിട്ട് അറിയില്ല. എല്ലാവരും കുടിക്കും. കുച്ചോ എന്തായാലും സിർത്ത പിടിക്കുന്നതിന്റെ പാല് കുടിക്കുന്നത് നല്ലതാ. ബൂസ്റ്റ് ഈസ് സീക്രട്ട് ഓഫ് മൈ എനർജി. ഓടാനായിട്ട് അടിപൊളിയാ. അയ്യോ പക്ഷെ കറക്റ്റ് 3 ഗ്ലാസ് അല്ലേ? സൂപ്പർ. മൈ ഗോഡ്. നമ്മള് പക്ഷെ എപ്പോഴും നിന്ന് കഥാപ്രസംഗം നടത്താതെ കുടിച്ചിട്ട് കിട്ടി. ബിസ്ക്കറ്റ് വേണോ ചേച്ചി? കാട്ടിലിരുന്ന ഈ തളച്ച ഒന്നും കഴിക്കില്ല. ഞാൻ കഴിക്കും, ഞാൻ നന്നായി കഴിക്കും. അല്ല ഇപ്പൊ സിർത്തേ അല്ല തിന്നുന്ന കാര്യത്തിൽ സിർത്ത എവിടെ കിടക്കുന്നു? എനിക്ക് നമ്മുടെ മറ്റേ പണ്ടത്തെ കുക്കിങ്ങിന്റെ ഓർമ്മകളാ വരുന്നത്. ഒരു പട്ടി കുഞ്ഞും കണ്ടില്ല. എല്ലാം എടുക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ ബൂസ്റ്റിന്റെ എപ്പിസോഡ് ഇതാക്കിയിരിക്കുകയാണ്. നമ്മള് വെച്ചുണ്ടാക്കി വിളമ്പി പോവാണ്. സിർത്തയും വന്നില്ല, നമുക്ക് ബാർബിക്യൂ അടിക്കാൻ. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ സിർത്തയും വന്നില്ല. ബേസിലാ
ബേസിൽ വന്നില്ല. ബൈസൺ ചേച്ചി ഇതെടുക്ക്. അപ്പൊ ഗായ്സ് എന്താണെങ്കിലും പുലി പിടിക്കാണ്ട് ഞങ്ങള് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തോ ഒരു ശബ്ദം. അതാ കുപ്പിടിയല്ലേ. അപ്പൊ മോന് പേടി. പിന്നെ എനിക്ക് പേടിയില്ലാത്ത മനുഷ്യനല്ലേ ഞാൻ. ഇത് പോക്കറ്റിൽ വെച്ച ഫോണ്. ഇല്ല, തീർച്ചയുണ്ടെങ്കിൽ ഇവര് പറഞ്ഞേ പോവരുത്. അതെ, നമ്മളെ സ്വന്തം ആളുടെ റിസോർട്ടാണ്. അതെ, അങ്ങനെ സിരുത്തുള്ളടത്തൊന്നും ഞങ്ങളുടെ ആൾക്കാർ റിസോർട്ട് വെക്കാറില്ല. ദേ വരുന്ന അടുത്ത സിറുത്തെ. അത് ചുമ്മാ പേടിപ്പിച്ചിട്ട് പോയതാട്ടോ. അങ്ങനെ സിരുത്തുണ്ടെങ്കിൽ ബൈക്കില് അല്ലേ? സത്യം മാല പൊട്ടിക്കാൻ എങ്ങനെ ആയിരിക്കുമോ? ബൂസ്റ്റ് കുടിക്കാൻ വേണ്ടിട്ടായിരിക്കും. ചേച്ചിക്ക് മറ്റേ ഷോക്ക് അടിപ്പിക്കണത് ഇപ്പൊ പരീക്ഷിക്കായിരുന്നു. അയാള് വീണ് തലയടിച്ച് അവിടെ പേടിച്ചിട്ട്. ആക്ച്വലി ആ ഷോക്ക് ഞാൻ ഇതുവരെയായിട്ടും ആരിലും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. സോ ആഗ്രഹമുള്ള ആരെങ്കിലും അടിപൊളി ബൂസ്റ്റ് ഇട്ടാ. ആരാ ഉണ്ടാക്കിയത്? സോ ആർക്കെങ്കിലും ആ ഷോക്ക് ഏക്കണം, അതിന്റെ ഇതെന്താ പവർ എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാ മതി. കോണ്ടാക്ട് മീ. എനിക്ക് അടിച്ചു നോക്കണമെന്നുണ്ട്. മധുരച്ചിരി കൂടി പോയി, പക്ഷെ ബൂസ്റ്റ് കൊള്ളാം. ഈ സാമാനം അങ്ങോട്ട് വെക്കൂ. അങ്ങനെയല്ലേ പുലിയുടെ ശബ്ദം? അത് കുറുക്കാൻ. മുറുക്ക് ഇവിടെ ഉണ്ട്. പാലിന്റെ പാക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ പ്ലാസ്റ്റിക് രഹിതമായിട്ടോ ഇവിടുന്ന് പോകും. അതെ, ബൈ ഗൈസ്. ഗ്യാസ്. ഈ വീഡിയോന്ന് കിട്ടുന്ന വരുമാനം ഞങ്ങൾ മൂന്നാളായിട്ട് ഷെയർ ചെയ്യുന്നു. ഈ വീഡിയോന് നല്ല വരുമാനവും കിട്ടിയ. വണ്ടി 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 ഇത് കഴിഞ്ഞാ ഇവർക്കൊന്ന് തുറന്നൂടെ?